ഒരു ഫിഷിംഗ് ഡേ ഇൻ മൈ ലൈഫ്. കസിൻസിൻ്റെ കൂടെ ഇന്നൊരു ഫിഷിങ്ങിന് പോകാനുള്ള പ്ലാനായിരുന്നു. വലിയാടൊന്നും ഇല്ല, നമുക്ക് ചൂണ്ടയിടണം എങ്ങനെയാണെന്നൊക്കെ അറിയാനൊരു ആഗ്രഹം. അങ്ങനെ കാറിലാണ് നമ്മൾ പോയത്. ട്രാവൽ സിക്നസ് ഉള്ളതുകൊണ്ട് തന്നെ ചേച്ചി ആദ്യമേ സൈഡായി. വഴി പറഞ്ഞു തന്നത് എൻ്റെ ചേട്ടനായിരുന്നു. അങ്ങനെ വഴിയൊക്കെ ചെറുതായിട്ടൊന്ന് തെറ്റി. ഏത് വഴി വന്ന ഇങ്ങനെയൊക്കെ വന്ന നമ്മള് ഈ ഒരു കുളത്തില് മീൻ പിടിക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ മൊത്തം തൊഴിലുറപ്പിന്റെ ചേച്ചിമാരാന്ന് തോന്നുന്നുണ്ടായിരുന്നു. കുഞ്ഞു മീനിനെ പിടിച്ച് നാണം കെടണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. ഗൈസ്, നമ്മൾ പോവുകയാണ്. ഞാൻ വ്ലോഗ് ചെയ്യാം. ദിസ് ഈസ് ലൈഫ്. അയ്യോ ശരിയാ, ചർക്കി അടിച്ച് ചമ്മന്തിയാവും. ഒരു പാലത്തിൻ്റെ അടിയിലായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടെ. ഇതാവുമ്പോൾ മഴ പെയ്താലും നമ്മൾ നനയൂല എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. മോഷ്ടിക്കുന്നു എൻ്റെ ബാഗിൽ നിന്ന് സാധനങ്ങൾ. ഈ കണ്ണാടി വെച്ച അന്തനാണ് എൻ്റെ ചേട്ടൻ. വീഴല്ലേ ചർക്കി. ഏതെങ്കിലും സ്പോട്ടിൽ പോയാൽ ഒട്ടും ഫോൺ യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മുടെ മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു. മീൻ പിടിക്കാൻ ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് മേടിച്ച ബിസ്ക്കറ്റ് ഞങ്ങൾ തന്നെ കഴിക്കുകയായിരുന്നു. പിന്നെ ചേട്ടൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇതൊന്ന് കുഴച്ചെടുക്കും, തിന്നുകൊണ്ടിരിക്കാതെ ഇത് പെട്ടെന്ന് നമുക്ക് വെച്ച് മീൻ പിടിച്ചങ്ങ് കളയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും എൻ്റെ വേറൊരു ബ്രദർ വന്ന് ഇരയൊക്കെ പിടിച്ചോണ്ട് വന്നു. അത് വെച്ച് സൂപ്പറായിട്ട് മീൻ പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു നമ്മൾ. മുകളിലോട്ട് നോക്കിയപ്പോൾ വലിയൊരു തേനീച്ചയുടെ കൂട് കണ്ടു. പിന്നെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങ് ഇരുന്നു. ചൂണ്ട എങ്ങനെയാണ് നീണ്ടേണ്ടത് എന്നൊക്കെ ചേട്ടൻ നൈസായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളതൊക്കെ ശ്രമിച്ചു. കൊരുക്കുന്നത് സഹിതം വീഡിയോ എടുത്തു. പിന്നെ ഈ ഇര ഉണ്ടായിരുന്നു അവിടെ ജീവനുള്ളത്. അത് വലിച്ചോണ്ട് പോകുമ്പോൾ എടുക്കേണ്ടത്. വലിച്ചോണ്ട് പോവല്ലേ. മീനുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ഫണ്ടിനായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ പുറകെ തന്നെ ഇരുന്നു. ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഒരു ബിസ്ക്കറ്റ് അങ്ങോട്ട് വെച്ച് പിടിക്കാൻ നോക്കിയപ്പോഴേക്കും ഞങ്ങൾക്കൊരു കുഞ്ഞു മീനിനെ കിട്ടി. അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. ഒന്ന് അങ്ങോട്ട് മാറി ഒരു സ്പോട്ട് മാറ്റി നോക്കിയതാണ്. ബാക്ക് ടു നമ്മുടെ പ്ലേസ്. വെള്ളത്തിൽ ഇറങ്ങുന്നില്ലേ സുഹൃത്തുക്കളെ? ചൂണ്ട കൊരുത്തത് എടുക്കാൻ നിന്നതാണ്. പിന്നെ അവരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി. അവരുടെ ഫ്രീ ഷോ ബോഡി മസിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് പാക്കപ്പ് ചെയ്ത് തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ടു. തിരിച്ചു പോവാണ്. കൊച്ചെ വീണ് ചാവരുത്. ഇല്ല, നോ, ഐ തിങ്ക് സോ. പേപ്പർ അവിടെ ഇരിക്കുന്ന അതെന്തിന്? ജോഷേച്ച വീണത് എനിക്ക് ക്യാമറ കിട്ടിയില്ല. ജോഷേച്ച അതിന്റെ വിഷമത്തിലാണ് ഞാൻ. അങ്ങനെയല്ല, നേരത്തെ മൂടിടിച്ച് വീടില്ലേ. സോറി, അത് ഡെമോ കാണിക്കാൻ പറ്റില്ല അല്ലേ. അങ്ങനെ ആ പ്ലേസിന് ടാറ്റ പറഞ്ഞ് നമ്മൾ പോയി. മനസ്സിലായി, എല്ലാം മനസ്സിലായി. പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി. യെസ്, നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വേഗം ക്ഷീണിച്ച് വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ സോ എക്സോസ്റ്റഡ്. തളർന്നു, നല്ല തളർന്നു. വലിയ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു കുഞ്ഞു മീൻ പിടിച്ചു. അത് നമ്മുടെ ഡ്രൈവർ അതാണ്. ഡ്രൈവർ അത് കഴിഞ്ഞ് മന്തി വെക്കാനുള്ള ഒരു പ്ലാനോട് കൂടി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറുമായിരുന്നു.
അവിടെ നമുക്ക് ഈ ഉണങ്ങിയ നാരങ്ങ കിട്ടാത്തതുകൊണ്ട് നാരങ്ങയിൽ ഉണങ്ങിയതിന് തപ്പുമായിരുന്നു നമ്മൾ. പിന്നെ ഒരു സാധനം എടുക്കാൻ തന്നെ ഇത്രയും നേരം എടുത്തപ്പോഴേക്കും മനസ്സിലായി ഈ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ സാധനം മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ രാത്രിയാവുമെന്ന്. അതുകൊണ്ട് ഞാൻ ആ സാധനം എടുത്തതിന് ശേഷം മതിയാക്കി വീഡിയോ എടുക്കുന്നത്. നല്ലോണം വിശന്ന് നമ്മൾ വണ്ടിയിൽ വെച്ച് കഴിക്കാൻ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം ഇങ്ങനെയുണ്ട്. വീട്ടിൽ ഇരുന്ന് മമ്മിയാണ് സാധനം മേടിച്ചപ്പോഴാണ് വീടെത്തിയത്. ഉടനെ തന്നെ മന്തിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ ചേച്ചി എൻ്റെ ആൻറ്റിയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ ഓഡിയോ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്കൊരു മാസ്ക് ഇടാമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. ഇത് ആക്ച്വലി ഒരു എൻഡിങ് ഇല്ലാത്തൊരു വീഡിയോ ആണ്. ഞാൻ അന്ന് ഫിഷിങ് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച, പിന്നെ കുറച്ച് മന്തി ഉണ്ടാക്കുന്നതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു വീഡിയോ. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഓൾറെഡി ടയേർഡായിരുന്നു. കഴിച്ച് വന്നപ്പോഴേക്കും വൈകുന്നേരമായിട്ടാണ് കഴിച്ചത് തന്നെ. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ബാക്കി എടുക്കാൻ വിട്ടുപോയി. മന്തിയുടെ ഫോട്ടോ പോലും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത്. അപ്പോഴേക്കും എല്ലാം പോയി, ഒന്നുമില്ല എൻ്റെ കയ്യിൽ വീഡിയോസ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.